ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ബ്ലോക്ക് 3, മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മൂന്നാമത്തെ ബ്ലോക്കിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് റൂളിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂളാണ് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം നമുക്ക് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു ഡിസ്കസ് ചെയ്യണം. ദെൻ 1857 യുദ്ധം, ദെൻ ആ റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ, റിവോൾട്ടിൻ്റെ ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സാന്തൽസ്, ബിൽസ്, മാപ്പിള കലാപങ്ങൾ, ഇത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അതിൻ്റെ ആദ്യത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡിന് വേണ്ടിയിട്ടാണ്, അല്ലേ? വാണിജ്യം നടത്തി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ വാണിജ്യം എന്നുള്ള ആശയത്തിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ട് അവർ ഇവിടുത്തെ ഒരു പരമോന്നത അധികാരികളായിട്ട്, ഒരു സുപ്രീം പവറായിട്ട് മാറണമെന്ന ലക്ഷ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അവർ ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഫ്രം ട്രേഡിങ് എന്നുള്ളതിൽ നിന്ന് മാറി കോളനി അല്ലെങ്കിൽ കൊളണൈസേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്ക് അവർ മാറി. അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഒരു കൊളോണിയൽ എക്കോണമിയാണ്. കോളനിവൽക്കരിക്കപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ കൊളോണിയൽ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയുള്ള രാജ്യം. അതായിരുന്നു അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അവർ പല പല മെത്തേഡുകളിലൂടെ ഇതാക്കിയിട്ടുണ്ടല്ലേ. സാമന്താരി സിസ്റ്റം, അതുപോലെ തന്നെ റൈറ്റ്വാരി, മഹൽവാരി സിസ്റ്റം. ഇതിൻ്റെയൊക്കെ പരാജയങ്ങളും കർഷകർ കൂടുതൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുമെല്ലാമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത്. 1800 മുതൽക്കുള്ള ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു എക്കണോമിക് സ്ട്രക്ചർ, ഒരു സാമ്പത്തിക സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അതുവരെ നിലനിന്നൊരു സാമ്പത്തിക സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിത്തറ തന്നെ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി. ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഇല്ലാതാക്കിക്കൊണ്ടാണ് അവരുടെ കൊളോണിയൽ എക്കോണമി സ്ഥാപിച്ചത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പൊളിറ്റിക്കൽ അഫെയർസിലൊക്കെ കൈകടത്തുന്നുണ്ടല്ലേ, അതുപോലെ കൾച്ചറൽ അഫെയർസിലും കൈകടത്തുന്നുണ്ട്. പക്ഷേ ഈ രാജാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒന്നും അവിടുത്തെ സാധാരണക്കാരായ ജീവിതങ്ങളെ ബാധിക്കുകയോ അവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിനെ ബാധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെസൻസ് ജോലി ചെയ്യുന്നു, അതിനോട് ബന്ധപ്പെടുന്ന മറ്റ് വർക്കേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു. ആ ഒരു സിസ്റ്റം എല്ലാം അവിടെ വളരെ സേഫായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാലഘട്ടം വരെ ഇവിടുത്തെ എക്കോണമിക്ക് കാര്യമായിട്ടുള്ളൊരു മാറ്റവും വരാതെ നിൽക്കുന്നുണ്ട്. എക്കോണമി എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചെയ്തത് ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിനെ തന്നെ കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളതായിരുന്നു. എന്തിനാണ് ഒരു എക്കണോമിക് സിസ്റ്റം മാറ്റിയത്? ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം നടക്കുകയും ആ വ്യാവസായിക വിപ്ലവത്തിന് അനുയോജ്യമായ രീതിയിൽ റോ മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ റവന്യൂ ഈടാക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ അവരുടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതി തകരാറിലാവുന്നത്. ഓക്കെ, ഇനി
നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മാൻ, കൈത്തറി തൊഴിലാളികളും വിവിധ കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്നത് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് എക്കോണമി ആയിരുന്നു. സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിൽ പഴയ കാലത്ത് നിലനിന്നിരുന്നത്. സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥ. എന്താണ് ഈ സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാതും ഓരോരോ ഊരുകളായിട്ടാണ് താമസിക്കുന്നത് അല്ലേ. ഒരു വില്ലേജ്, ഒരു ഗ്രാമം എടുക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എല്ലാ തൊഴിലുകൾ ചെയ്യുന്ന ആളുകളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിനൊരു ജാതീയതയുടെ മോശം വശം ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. കാസ്റ്റിസം എന്ന് പറയുന്നൊരു മോശം ഭാഗം അവിടെ ഉണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഓരോ വില്ലേജ് എന്ന് പറഞ്ഞാൽ, ഓരോ ഗ്രാമം എന്ന് പറഞ്ഞാലും ആ ഗ്രാമത്തിന് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ വസ്തുക്കളും ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പ്രദേശം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജവംശത്തിൻ്റെ കീഴിൽ കൃഷി ഉണ്ടായിരിക്കും. കൃഷിക്ക് വേണ്ടുന്ന, അപ്പോൾ കർഷകരുണ്ടായിരിക്കും. കർഷകർക്ക് വേണ്ടുന്ന കൃഷിക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈക്കോട്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇരുമ്പ് കൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ മേഖലയും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു മേഖല, ഇരുമ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ, കത്തി തുടങ്ങി അങ്ങനത്തെ ഇരുമ്പിൻ്റെ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ മറ്റാവശ്യങ്ങൾക്ക്, അതുണ്ടാക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എല്ലാവിധ സാധനങ്ങളും ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, ആ ഗ്രാമത്തിൽ വസിക്കുന്ന എല്ലാവർക്കും വേണ്ടത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ തമ്മിലൊരു ട്രേഡ് പാത്തും ഉണ്ട്. ഒരു ട്രേഡ് പാത്ത്, ഒരു വാണിജ്യ പാത അതിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ. അല്ലെങ്കിൽ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു ടെറിട്ടറി, ഇതിൻ്റെ ഒരു വലിയൊരു നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യത്തിൻ്റെ കീഴിൽ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു എഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നു. മറ്റൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം, ഈ എഗ്രികൾച്ചറിന് വേണ്ടുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരിക്കാം. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊരു തൊഴിലിൽ ഏർപ്പെടുന്ന, വേറെ ഏതെങ്കിലും തൊഴിലുകൾ, ഇപ്പോൾ കൈത്തറി സാധനങ്ങൾ, തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കാം. വേറൊരു വിഭാഗം എന്തായിരിക്കും, തുണിത്തരങ്ങൾക്ക് വേണ്ടുന്ന ചായമൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു വിഭാഗങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഗ്രാമങ്ങളും ചിലപ്പോൾ ഓരോ തൊഴിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരുപാട് തൊഴിലുകൾ കൂടിച്ചേരുന്നതായിരിക്കാം. ഒരുപാട് തൊഴിലുകൾ കൂടിച്ചേരുന്ന, അതിൻ്റെ ഉള്ളിൽ തന്നെ വാണിജ്യ പാതകളുമുള്ള ഒരു സംവിധാനമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിനെയാണ് സെൽഫ് സഫിഷ്യൻ്റ് എക്കോണമി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇത് മനസ്സിലാക്കിയിട്ട് ആദ്യം ചെയ്തത് ഇന്ത്യയുടെ ഈ സ്വയം പര്യാപ്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ തകർക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ സമ്പദ് വ്യവസ്ഥ തകർന്നാലാണ് എന്ത് സാധിക്കുകയുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ അതിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൈത്തറി സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും, അതിന് കൂടുതൽ പണിയുണ്ടായിരിക്കും, വിലയും കൂടുതലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിലെ ആ സമയത്ത് തൊഴിലാളികൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്, അല്ല തൊഴിലാളികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്, ആ ഡിസൈനൊക്കെ വരച്ചുണ്ടാക്കിയൊക്കെ ചെയ്ത് തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ പല ഇംപെർഫെക്ഷൻസും വരും, പൂർണ്ണതയിലെത്താത്ത പലതും ഉണ്ടായിരിക്കും. പക്ഷേ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് എന്തായിരിക്കും, അതധികവും മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള, മെഷീനുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതിന് കൂടുതൽ പൂർണ്ണതയുണ്ടായിരിക്കും. അത്തരം പൂർണ്ണതയുള്ള വസ്തുക്കൾ, അത്തരം ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ സ്വയം പര്യാപ്തമായൊരു സമ്പദ് വ്യവസ്ഥയിൽ ലഭിക്കുന്ന വിലയിലും താഴെയായിട്ട് ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊടുന്ന് വിൽക്കുന്ന ഒരു രീതി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സും, അതും മെഷീൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിലെ ഓരോ കൈത്തറി തൊഴിലാളികളുടെയും, ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ആർട്ടിസൻ വിഭാഗം തകർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ അവർ ഇത്തരത്തിൽ ഒരു ട്രേഡ് പോളിസി, വൺ വേ ട്രേഡ് പോളിസിയാണ് അവർ കൊണ്ടുവരികയും ചെയ്തത്. 1813 ആയപ്പോൾ ഇവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മുടെ നാടാകെ നിറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇവിടെ വലിയ മാർക്കറ്റ് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ വാണിജ്യ പാതകൾ സൃഷ്ടിക്കാനും വാണിജ്യ പാതകൾ സുഗമമാക്കാനും വേണ്ടിയിട്ട് റെയിൽവേ സംവിധാനം കൊണ്ടുവന്നു.
അപ്പോൾ ഈ റെയിൽവേ സംവിധാനം ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലേക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ റെയിൽവേ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അവരുടെ വാണിജ്യ പാതകൾ സുരക്ഷിതമാക്കാനും ഇന്ത്യൻ വാണിജ്യ പാതകൾ തകർക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർക്കാനും വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. DH ബുഖാനൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയിട്ടുള്ളതാണ്, സ്പിന്നിങ് ആൻഡ് കോട്ടൺ വീവിങ് സെക്ടേഴ്സ് ടുക്ക് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്. ടെക്സ്റ്റൈൽസ്, അതായത് അവിടുത്തെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള നഗരങ്ങളെല്ലാം ഇല്ലാതായി എന്നാണ് DH ബുഖാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷുകാരൻ എഴുതിയിട്ടുള്ളത്. ദെൻ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്? ഒരുപാട് ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, ഇമിഗ്രേഷൻ ഓഫ് ബ്രിട്ടീഷ് പ്രൊഡക്ട്സ്. അതോടുകൂടിയിട്ട് ബംഗാളിലൊക്കെയുള്ള കൈത്തറി തൊഴിലാളികൾ അവരുടെ പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വന്നു. കൂടുതലും ഈ പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ ചെന്നെത്തുന്ന എവിടേക്കാണ്? കൃഷിയിടങ്ങളിലേക്കാണ്, കർഷകരാവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കാർഷിക രംഗത്തേക്ക് എന്ത് ആവാണ്? ഈ ജോലി നഷ്ടപ്പെട്ട കൈത്തറി തൊഴിലാളികളുടെ ഒരു തള്ളിക്കയറ്റം വരികയാണ്. അപ്പോൾ കാർഷിക രംഗത്ത് ഒരു തിക്കും തിരക്കും വരുന്നൊരു സ്ഥിതിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കൈത്തറി തൊഴിലാളികൾക്ക്, ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന തൊഴിലാളികൾ ഏറ്റവും തുച്ഛമായ വിലയിൽ, മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയിൽ തങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മോശം സാഹചര്യം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ ആ കാലഘട്ടത്തിൽ, ഇൻഡിജിനസ് സമ്പദ് വ്യവസ്ഥ ആ കാലഘട്ടത്തിൽ നേരിട്ടു. ദെൻ മിലിറ്ററി, അതുപോലെ തന്നെ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ പിന്നീട് മുർഷിദാബാദ്, സൂറത്ത്, ധാക്ക, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ ഇതിങ്ങനത്തെ എന്താ പറയുക, ആർട്ടിസൻ ക്രാഫ്റ്റ്മാൻ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകുന്ന ഒരു സ്ഥിതി കാണാൻ സാധിക്കുകയും ചെയ്തു. അന്നത്തെ ഗവർണർ ജനറലായ വില്യം ബെനറ്റിക് ഒക്കെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഇന്ത്യയിൽ നടന്നിട്ടുള്ളൊരു മാറ്റത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു, ഈ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് പുതിയ ഈ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികളെല്ലാം അഗ്രികൾച്ചർ, കാർഷിക രംഗത്തിനെ ജോലി ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത തൊഴിൽ രീതി, പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ നിലയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 1901 മുതൽക്ക് 1941 വരെയുള്ള കാലഘട്ടത്തിൽ കൃഷിയെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ കണക്ക് 63.7% നിന്ന് 70% ഉയർന്ന സ്ഥിതിയും കാണുന്നുണ്ട്. അതേസമയം പോവർട്ടി, ദാരിദ്ര്യവും വളരെ കൂടുന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കോട്ടൺ റോ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടി ആയിരുന്നു. അതായിരുന്നു ഇവിടുത്തെ കൈത്തറി വ്യവസ്ഥയ്ക്കൊക്കെ സംഭവിച്ചിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത്. ദെൻ പെസൻട്രി എങ്ങനെയായിരുന്നു നോക്കാം, കാർഷിക രംഗം എങ്ങനെയായിരുന്നു നോക്കാം. കാർഷിക രംഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ ഇഷ്ടത്തിന് വിവിധങ്ങളായിട്ടുള്ള സിസ്റ്റംസ് പരീക്ഷിച്ചുകൊണ്ട് കാർഷിക രംഗം ഒരു തകർച്ചയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതായത് അവർ റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നു അല്ലേ. റൈറ്റ് വാരി സിസ്റ്റത്തിൽ അവരെന്ത് ചെയ്തു? സാമന്തന്മാരെ കൊണ്ടു നിർത്തി, സാമന്തന്മാരാണ് കൾട്ടിവേറ്റേഴ്സിൽ നിന്ന് നികുതി പിരിച്ചിട്ട് സ്റ്റേറ്റിലേക്ക് അടച്ചിരുന്നത്. അന്നത്തെ നികുതി എന്ന് പറഞ്ഞത് 11/10 എന്ന രീതിയിൽ നികുതി കൊടുക്കണം. അപ്പോൾ സാമന്തന്മാർക്ക് ഈ ഒരു നികുതി ഈടാക്കാൻ പലപ്പോഴും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സാമന്താർസും എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമന്താരി എന്ന് പറഞ്ഞാൽ അധികാരം തന്നെ മറ്റൊരാൾക്ക് വിറ്റിട്ട് എസ്കേപ്പ് ആവുന്ന ഒരു രക്ഷപ്പെടുന്ന രീതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അത്രയും തുക തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സ്റ്റേറ്റിലേക്ക് അത്രയും വലിയ നികുതി തുക അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മൊത്തം പ്രൊഡക്ഷൻ്റെ 3/4 പങ്കും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അതോടുകൂടി അവരെ രംഗം തകരുകയാണ് ചെയ്യുന്നത്. കൾട്ടിവേറ്റേഴ്സിൻ്റെ, സാമിന്ദാസിൻ്റെ സിസ്റ്റമാണ് അത്. അപ്പോൾ കൾട്ടിവേറ്റേഴ്സിൻ്റെ സിസ്റ്റം എന്താണ്, പെസൻസിൻ്റെ സിസ്റ്റം എന്താണ്? കർഷകർ അതിലും ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം അന്ന് ഒരു ബിഷപ്പ് ഹെബർ 1826 എഴുതിയിട്ടുള്ളതാണ്, അന്നത്തെ ടാക്സ് എന്ന് പറയുന്നത്, അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് എന്നല്ല, യൂറോപ്യൻകാർക്ക് പോലും തിരിച്ചടയ്ക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ബിഷപ്പ് ഹെബർ 1826 അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ 15.3 കോടിയിൽ നിന്ന് 35.8 കോടിയിലേക്കൊക്കെ ഉയരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ റവന്യൂ എന്ന് പറയുന്നത് അവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ സാമിന്ദാരി സിസ്റ്റത്തിലൊക്കെ സാമിന്ദാർസ് അവരുടെ ജോലി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയും കുറേ ജോലി ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ പെസൻസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ അഗ്രികൾച്ചർ സെക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് യാതൊന്നും തന്നെ ചെയ്യുകയുമില്ല. യാതൊരുവിധ സാമ്പത്തിക സഹായങ്ങൾ അവർ ചെയ്യുന്നുമില്ല. പകരം നല്ല രീതിയിൽ റവന്യൂ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ലാൻഡ് റവന്യൂവിൻ്റെ മറ്റൊരു വേസ്റ്റ് ആയിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാൻഡ് റവന്യൂ കൃത്യം ഡേറ്റിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ആ ഡേറ്റിൽ തന്നെ തിരിച്ചടയ്ക്കണം എന്നുള്ളത് ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട കർഷകർ എന്താ ചെയ്യാന്ന് വെച്ചാൽ വലിയ തുകയൊക്കെ ലോൺ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മഹൽവാരി സിസ്റ്റമൊക്കെ ഉണ്ടായപ്പോൾ മഹൽവാരി സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ റൈറ്റ് വാരി സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ റൈറ്റ് വാരി സിസ്റ്റത്തിൽ കൾട്ടിവേറ്റേഴ്സ് നേരിട്ടിട്ടാണല്ലോ ഗവൺമെൻറ് നികുതി അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ഫിക്സഡ് ഡേറ്റിൽ നികുതി അടയ്ക്കേണ്ടി വരുമ്പോൾ ആ നികുതി അടയ്ക്കാനുള്ള തുക അവരുടെ കയ്യിലില്ലാതെ വരുമ്പോൾ അവർ അമിതമായ പലിശയ്ക്ക് പണം ഈടാക്കുന്ന ഒരു സിസ്റ്റം വരികയും അങ്ങനെ മണി ലെൻഡേഴ്സ് പലിശക്കാരുടെ കയ്യിലേക്ക് അവർ എത്തിപ്പെടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൾട്ടിവേറ്റേഴ്സ് ഈ പലിശക്കാരുടെ കയ്യിലേക്ക് എത്തിപ്പെടുകയും പിന്നെ കാലഘട്ടം കഴിയും തോറും ഇവരുടെ ഭൂമി തന്നെ ഈ പലിശക്കാർക്ക് മണി ലെൻഡേഴ്സിന് കൊടുത്തുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. അങ്ങനെ മണി ലെൻഡേഴ്സിൻ്റെ ഒരു പുതിയ മിഡിൽ ക്ലാസ് ഗ്രൂപ്പ്, വെൽത്തി ഗ്രൂപ്പ് ഇന്ത്യയിൽ മൊത്താകെ വളർന്നു വരുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കൾട്ടിവേറ്റേഴ്സിന് അവരുടെ ഭൂമിയെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി മഹൽവാരി സിസ്റ്റം എടുത്ത് നോക്കിയാലും റൈറ്റ് വാരി ആൻഡ് മഹൽവാരി സിസ്റ്റത്തിൽ കടം കയറിയിട്ട് സാമിന്ദാർസും അതുപോലെ തന്നെ വില്ലേജ് ഹെഡ്മാനും പെസൻസും ഒക്കെ അവരുടെ ഭൂമി വിറ്റിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സിസ്റ്റം കാരണം അഗ്രികൾച്ചറൽ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ സിസ്റ്റംസ് കാരണം റൈറ്റ് വാരി ആയിക്കോട്ടെ മഹൽവാരി ആയിക്കോട്ടെ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആയിക്കോട്ടെ ഈ സിസ്റ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയിട്ടുള്ളത് മണി ലെൻഡേഴ്സാണ്, കൊള്ളപ്പലിശക്കാരാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 1857 യുദ്ധം ഉണ്ടായപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 റിവോൾട്ട് ഉണ്ടായപ്പോൾ പെസൻസ് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണി ലെൻഡേഴ്സ് പലിശക്കാരെ ആക്രമിക്കുകയും അവരുടെ പുസ്തകങ്ങളൊക്കെ ഈ പലിശക്കണക്ക് എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നശിപ്പിക്കുകയുമാണെന്ന് പല റെക്കോർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് സാധിക്കും. കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ചെയ്തത് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പെസൻസിനുണ്ടായിരുന്നൊരു മാർഗ്ഗം അത് മാത്രമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ എന്താ പറയുക, അഗ്രികൾച്ചർ സെറ്റിൽ ഇങ്ങനെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു. അഗ്രികൾച്ചർ സെറ്റിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. അതേസമയം അഗ്രികൾച്ചർ സെക്ടറിൽ ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രീസ് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ ഇന്ത്യക്കാരുടെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നടത്തുന്ന ഇൻഡസ്ട്രീസിന് ഒട്ടും തന്നെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. അപ്പം ഇതൊക്കെയായിരുന്നു അന്ന് ഇവിടെ നിലനിന്നിരുന്നൊരു അഗ്രികൾച്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി എന്താ ഉണ്ടായത്, സാമിന്ദാർസ് എന്ന് പറയുന്നൊരു വിഭാഗം ഇല്ലാതായിട്ട് ലാൻഡ് ലോഡിസത്തിലേക്ക് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തിൻ്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. സമ്പന്നരായിട്ടുള്ള മണി ലെൻഡേഴ്സിൻ്റെ ഒരു വളർച്ചയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണി ലെൻഡേഴ്സിൻ്റെ കയ്യിലേക്ക് മിക്ക ഭൂമിയും പോയി, കർഷകർ വിൽക്കുന്ന ഭൂമിയൊക്കെ മണി ലെൻഡേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ സെക്ടറിൽ അന്ന് നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാർഷിക രംഗം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് മൂലധനം നിക്ഷേപിക്കാൻ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ഒരു മൂലധനം എന്താ പറയുക കൊണ്ടുവന്ന് അഗ്രികൾച്ചർ സെക്ടറിനെ സംരക്ഷിക്കാൻ ആരും തയ്യാറായില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സംവിധാനം പെസൻസിൻ്റെ സ്ഥിതിയൊക്കെ കൂടുതൽ മോശമായത്.
അങ്ങനെ അഗ്രികൾച്ചറിൻ്റെ ഒരു തകർച്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയാനുള്ളത്? കൂടുതൽ ആളുകൾ കൃഷിയിടങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടായി. ലാൻഡ് റവന്യൂ, വളരെ ഉയർന്ന ലാൻഡ് റവന്യൂ, പിന്നെ എന്താ പറയുക, കടം കയറിക്കൊണ്ട് എല്ലാവരും നശിച്ചു പോകുന്നൊരവസ്ഥ. പിന്നെ അമിതമായിട്ട് ഉൽപ്പാദനം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ പിന്നിൽ പോക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ കൾട്ടിവേറ്റേഴ്സിന് കാറ്റിൽസ്, ഈ കന്നുകാലികൾക്ക് വേണ്ടുന്ന ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അവർക്ക് മികച്ച രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ടൊക്കെയും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അവർ എത്തുകയാണ് ഉണ്ടായത്. ഇനി കുറേ കാലം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒന്നും ചെയ്യാതെ ഇരുന്ന് 1905 കാലഘട്ടത്തിലൊക്കെ 360 കോടി രൂപ റെയിൽവേക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിക്ഷേപിച്ചിരുന്നു. അതേസമയം 50 കോടിയിൽ താഴെ മാത്രമാണ് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നുള്ള കണക്കുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു ഒട്ടും ശ്രദ്ധിക്കാത്തൊരു സ്ഥിതിയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊന്ന്, അഗ്രികൾച്ചർ സെക്ടർ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് 19th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. കോട്ടൺ, ടെക്സ്റ്റൈൽ, ജൂട്ട് മിൽസ് ബ്രിട്ടീഷ് ഓണർഷിപ്പിലുള്ള കമ്പനികളാട്ടോ പറയുന്നത്. ഇന്ത്യൻ ഓണർഷിപ്പുള്ളതിനെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. ബ്രിട്ടീഷ് ഓണർഷിപ്പിൽ കോട്ടൺ, ടെക്സ്റ്റൈൽ, ജൂട്ടൊക്കെ വരാൻ തുടങ്ങി. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റൈൽ മില്ല് വരുന്നത് ബോംബെയിലാണ്. 1853 ബോംബെയിലാണ് ഫസ്റ്റ് ടെക്സ്റ്റൈൽ മില്ല് വരുന്നത്. കവാസ്ജി നാനാബോയാണ് അത് സ്ഥാപിക്കുന്നത്. ഇനി ആദ്യത്തെ ജൂട്ട് മില്ല് വരുന്നത് ബംഗാളിലെ റിഷറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1855 വരുന്നത്. 1879 ആയപ്പോഴേക്കും 56 കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസും അതിൽ 43,000 പേർക്ക് ജോലിയും ലഭിക്കുന്നുണ്ട്. 1882 ആയപ്പോൾ 20 ജൂട്ട് മിൽസ്, അതിൽ 20,000 പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. 1905 ഇന്ത്യയിൽ 206 കോട്ടൺ മിൽസും 1,96,000 ഇന്ത്യക്കാർക്ക് ജോലിയും. 1901 ജൂട്ട് മിൽസിൽ 36 ജൂട്ട് മിൽസിൽ 1,15,000 പേർക്ക് ജോലിയുമെല്ലാം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ പെസൻസിൻ്റെ അവസ്ഥ മോശമാകുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വഴി കുറേയൊക്കെ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികൾ, അവർ ഫാക്ടറി തൊഴിലാളികളായി മാറുമല്ലോ. ഈ ഫാക്ടറി തൊഴിലാളികൾ പെസൻസിനേക്കാളും മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിലേക്ക് വരുന്നതും അവർ കുറച്ചും കൂടെ ഒരു സമ്പന്ന വിഭാഗമായിട്ട് മാറുന്നതും നമുക്ക് കാണാനും സാധിക്കും. സമ്പന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്ന വിഭാഗമല്ല, പെസൻസിനേക്കാളും മെച്ചപ്പെട്ടൊരു അവസ്ഥയിലേക്ക് അവർ വരുന്നതാണ് പറയുന്നത്. പിന്നീട് രൂപപ്പെട്ടുള്ള ഇൻഡസ്ട്രീസാണ് സിമെൻറ്റ്, പേപ്പർ, മാച്ച് ബോക്സ്, ഷുഗർ, ഗ്ലാസ്, അങ്ങനത്തെ ഒരുപാട് ഇൻഡസ്ട്രീസും 1930-കളിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ പലതിലും ബ്രിട്ടീഷ് ക്യാപിറ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യൻ ഓണർഷിപ്പിലൊരു കമ്പനി വന്നാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പിനുള്ള അവകാശമൊന്നും ഇന്ത്യക്കാർക്ക് കിട്ടിയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യക്കാരുടെ അവകാശത്തിലുള്ള കമ്പനി ആണെങ്കിലും ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ ബ്രിട്ടീഷ് ഏജൻസികളുടെ ഇടപെടലുകൾ വളരെ കൂടുതലായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ നിക്ഷേപങ്ങളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ ബാങ്കുകൾ തുടങ്ങുകയും ഇന്ത്യയിലെ ബാങ്കുകൾ തുടങ്ങുകയും അങ്ങനെ ഇന്ത്യൻ ബാങ്കുകൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഇന്ത്യൻ ബാങ്കുകളല്ല ഇന്ത്യയിൽ ഒരുപാട് ബാങ്കുകൾ വളരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അതിന് വേണ്ടുന്ന എല്ലാവിധ എഫേർട്ടും ഇന്ത്യക്കാർ ഇട്ടിട്ടില്ല എന്നുള്ള, ഒരു ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാവിധ എഫേർട്ടും ഇന്ത്യക്കാർ എടുത്തിട്ടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയ്ക്കായിട്ട് ബ്രിട്ടീഷുകാരുടെ കാര്യമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊന്നും ലഭിക്കുകയും
ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രീസ്, ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയില്ലേ, ഒരുപാട് വലിയ വലിയ മെഷീൻസൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വലിയ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസൊക്കെ, അതിനൊന്നും ആദ്യകാലങ്ങളിൽ യാതൊരുവിധ പ്രോത്സാഹനവും നൽകുന്നില്ല. 1913 ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മെറ്റലർജി, കെമിക്കൽസ്, അങ്ങനത്തെ എന്താ പറയുക ഇൻഡസ്ട്രീസൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഹെവി ഇൻഡസ്ട്രീസിനെ അധികമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞതിൻ്റെ കൃഷി. 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിലും ബീഹാറിലും ഇൻഡിഗോ കൃഷി വളരെ കൂടുതലായിരുന്നു. ഈ ഇൻഡിഗോ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുടെ കഷ്ടപ്പാടുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ദീൻബന്ധു മിത്രയുടെ ഒരു നാടകമായിരുന്നു നീൽ ദർപ്പൺ. അത് പുറത്തിറങ്ങുന്നത് 1860-ലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1869 നീൽ ദർപ്പൺ എഴുതിയത് ദീൻബന്ധു മിത്ര എബൌട്ട് ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ കുറിച്ചാണ് ആ കൃതി. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മറ്റൊരു ഇൻഡസ്ട്രി ആയിരുന്നു ടീ ഇൻഡസ്ട്രി, തേയില തോട്ടങ്ങൾ. അത് പ്രധാനമായിട്ടും ആസാം, ബംഗാൾ, പിന്നെ ചില സൗത്ത് ഇന്ത്യൻ റീജിയൻസും ഹിമാചൽ പ്രദേശിൻ്റെ കുന്നിൻ പ്രദേശങ്ങൾ 1850-കളിലാണ് തുടക്കം കുറിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനും പിന്നീട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. 1946 കാലഘട്ടത്തിൽ കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 40% തൊഴിലാളികൾ ജോലി ചെയ്തതായിട്ടും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന് പൂർണ്ണമായിട്ടും ഒരു വളർച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് പോലെയുള്ള വളർച്ച ഉണ്ടാക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിന് ബ്രിട്ടീഷ് മാർക്കറ്റിൽ മാത്രമല്ല, ആ സമയം ഒരു കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഫ്രഞ്ച്, ജർമ്മനി, US തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും മികച്ച പ്രൊഡക്ട്സ് ഇറക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് താരതമ്യം ചെയ്യാൻ, ഇവരുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി, അങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ 1920-30കളിലൊക്കെ ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനത്തെയൊക്കെ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഷിപ്സ് അങ്ങനത്തേൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും വർക്കും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള അനുവാദം ചോദിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അതിനുള്ള അനുവാദം നൽകില്ലായിരുന്നു. ഷിപ്പ് പോലത്തെ ഹെവി മേഖലകൾക്കൊന്നുള്ള അനുവാദം ബ്രിട്ടീഷുകാർ നൽകില്ലായിരുന്നു. പിന്നീട് 30കളൊക്കെ ആയപ്പോൾ 1920-30 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പല ഇൻഡസ്ട്രീസും തുടങ്ങാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ ഇന്ത്യൻ ഇതിൽ വരുന്ന ഇൻഡസ്ട്രീസാണ് സിമെൻറ്റ്, അയേൺ, സ്റ്റീൽ, ഗ്ലാസ്. ഇതിനൊന്നും വേണ്ട വിധത്തിലുള്ള സംരക്ഷണവും ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ നിലനിർത്തിയിരുന്നൊരു അൺഈക്വൽ ആയിട്ടുള്ള സാമ്പത്തിക രീതിയാണ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ വരുന്ന ഇൻഡസ്ട്രീസിന് യാതൊരുവിധ സഹായം ചെയ്യാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ പോവർട്ടി ആൻഡ് ഫാമിൻ, ഇന്ത്യയിലെ ദാരിദ്ര്യം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വളരെ ദാരിദ്ര്യത്തിലേക്ക് പോയ രാജ്യമാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിർമ്മിത ദാരിദ്ര്യാവസ്ഥയായിരുന്നു. ശരിക്കും ഇന്ത്യയിൽ ഒരുപാട് റിസോഴ്സസ്, റോ മെറ്റീരിയൽസ്, ഒരുപാട് അസംസ്കൃത വസ്തുക്കളും എല്ലാതും ഉൽപ്പാദിപ്പിക്കാനുള്ള ബലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണൊക്കെ ഉള്ള രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഈ മണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയെ ഒരു പോവർട്ടി, ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. അവരിവിടെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണങ്ങൾ? ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ തഴയുന്ന രീതി, ദെൻ മോഡേൺ ഇൻഡസ്ട്രീസ് ഒന്നും തുടങ്ങാൻ പറ്റാതിരുന്നത്, അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തൽ, ബ്രിട്ടനിലേക്ക് ഇന്ത്യയുടെ സമ്പത്ത് ചോർച്ച ചെയ്യൽ, ദെൻ കാർഷിക രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള മോശമായ പരിഷ്കരണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അമിതമായിട്ടുള്ള കാർഷിക രംഗം അമിതമായിട്ട് ഉപയോഗിച്ചത്, കൃഷിസ്ഥലത്തിൻ്റെ അമിത ഉപയോഗം, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ പോവർട്ടി എന്ന് പറയുന്ന പോവർട്ടി കൂടിയത് എന്നാണ് കണക്കാക്കുന്നത്. 19th സെഞ്ച്വറിയുടെ 2ാം പകുതിയിൽ
ഉത്തർപ്രദേശിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചു. 1860-61 കാലഘട്ടത്തിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചു. ഒറീസയിൽ ആ സമയത്ത് ഒറീസ, ബംഗാൾ, ബീഹാറിലൊക്കെ 20 ലക്ഷത്തോളം ജനങ്ങളൊക്കെ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. ഒറീസയിൽ മാത്രം 10 ലക്ഷം ആളുകൾ 1865-66 കാലഘട്ടത്തിൽ മരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ഫാമിൻ അഥവാ എന്താ പറയുക, വരൾച്ച എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ പോവർട്ടിയുടെ ഏറ്റവും മോശം വശം മദ്രാസിൽ 1876-78 കാലഘട്ടത്തിലാണ് കാണാൻ സാധിക്കുക. മദ്രാസ്, മൈസൂർ, ഹൈദരാബാദ്, മഹാരാഷ്ട്ര, UP, ബംഗാൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ മരിക്കുകയും മദ്രാസിൽ മാത്രം 35 ലക്ഷം ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1896-97 കാലഘട്ടത്തിൽ മൊത്താകെയായിട്ട് 45 ലക്ഷത്തോളം ജനങ്ങൾ മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിലെ ഈ സാമ്പത്തിക രീതി അല്ലെങ്കിൽ ഇന്ത്യയിലെ പോവർട്ടീനെ കുറിച്ച് വില്യം ദിഗ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് റൈറ്റർ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ 2,88,25,000 ആളുകൾ പല കാരണങ്ങളാൽ ഈ ദാരിദ്ര്യം കാരണം മരിച്ചു വീണിട്ടുണ്ട്. 1901 വരെ മരിച്ചു വീണിട്ടുണ്ട് എന്നാണ് വില്യം ദിഗ്ബി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാമ്പത്തിക എന്താ പറയുക, മോശം സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് വില്യം ഹണ്ടറിൻ്റെ ഒക്കെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വില്യം ഹണ്ടറൊക്കെ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ എന്താ പറയുക, പോഷകമൂല്യമില്ലാത്ത ഭക്ഷണം കാരണം തന്നെ ഒരുപാട് പേര് മരിക്കുകയും പോഷകക്കുറവുള്ളൊരു ജനത തന്നെ ഇന്ത്യയിലുണ്ട് എന്നൊക്കെയാണ് വില്യം ഹണ്ടറുടെയൊക്കെ കണ്ടുപിടുത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കോളിൻ ക്ലാർക്കിൻ്റെ ഒരു സർവേ പ്രകാരം 1925-34 കോളിൻ ക്ലാർക്കിൻ്റെ ഒരു സർവേയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിൽ പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കും പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, മോശം സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞൊരു സാമ്പത്തിക സ്ഥിതി ഇന്ത്യയിലുണ്ടായിരുന്നു. അതൊരിക്കലും എങ്ങനെ വന്നതല്ല, ഒരു നാച്ചുറൽ കലാമിറ്റി കാരണമൊന്നും വന്നതല്ല, പകരം മനുഷ്യനിർമ്മിതമായിട്ട് തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ കാരണം തന്നെ ഉണ്ടായ ഒരു ദാരിദ്ര്യാവസ്ഥയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായത്. അതാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക രീതി, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥേനെ, ഇന്ത്യയുടെ ഒരു സമ്പത്ത് വ്യവസ്ഥേനെ തകർത്തുകൊണ്ട് അവരുടെ സാമ്പത്തിക രീതി അപ്ലൈ ചെയ്തതെന്നും അതുവഴി ഇങ്ങനെയാണ് നമ്മുടെ എക്കോണമി തകർന്നതും എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.